കായംകുളം നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഡിസംബർ 27-ന് നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു. കായംകുളം നഗരസഭയുടെ ശതാബ്ദി വർഷത്തിൽ ആരോഗ്യ രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന് കൃഷ്ണപുരം പാലസ് വാർഡിൽ പുതുതായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 27 ബുധനാഴ്ച വൈകിട്ട് 3:30-ന് കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിക്കും. നഗരാരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സ, വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സ്വാതന്ത്ര്യം, പൂർണ്ണമായ സേവനം, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, സ്വാതന്ത്ര്യ പരിചരണം, പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ജനങ്ങളുടെ സമഗ്രാരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കാനുള്ള നടപടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ട് ആരോഗ്യ കേന്ദ്രം നഗരസഭാ പ്രവർത്തന സജ്ജമാക്കുന്നത്. നല്ലവരായ നാട്ടുകാരുടെയും ക്ഷേമത്തിനായുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവരുന്നതെന്ന് ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. കായംകുളം നഗരസഭയുടെ ശതാബ്ദി വർഷത്തിലെ ആരോഗ്യ രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന് കൃഷ്ണപുരം പാലസ് വാർഡിൽ പുതുതായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം 27/12/2023 ഉച്ചയ്ക്ക് 3:30 മണിക്ക് MLA ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൽ നമ്മൾ പറയുന്ന ജനങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കാനുള്ള നടപടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രം നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരും അവിടെയൊക്കെ സേവനങ്ങളുണ്ട്. അതുകൂടാതെ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, സ്വാതന്ത്ര്യ പരിചരണം, പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനങ്ങളടക്കം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പുതിയ വെൽനസ് സെൻറ്റർ ആരംഭിക്കുന്നത്. കായംകുളത്ത് 3 വെൽനസ് സെൻ്ററാണ് ഹെൽത്ത് ഗ്രാൻഡിനോട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അതിനകത്ത് പാലസ് വാർഡിലുള്ളതാണ് ഇപ്പം നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബാക്കി 2 എണ്ണം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നമുക്കത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും. നമ്മളവിടെ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഡോക്ടർമാരെ അടക്കം എല്ലാവരെയും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടത്തേക്ക് വേണ്ട മരുന്നുകൾ, ഫർണിച്ചറുകൾ, എല്ലാ സാധനങ്ങളും എല്ലാ കേന്ദ്രത്തിലേക്കും ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പക്ഷേ കെട്ടിടം പണി പൂർത്തീകരിച്ചത് ഈ പാലസ് വാർഡിലെ വെൽനസ് സെൻ്ററാണ്. അത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബാക്കി 2 ഫണ്ട് വരുന്ന മുറയ്ക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. കായംകുളം നഗരസഭയുടെ ശതാബ്ദി വർഷത്തിൽ ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി കായംകുളത്തെ ജനങ്ങൾക്കായി വെൽനസ് സെൻ്ററുകൾ നമ്മൾ തുറക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഘട്ട ഉദ്ഘാടനം എന്ന നിലയ്ക്ക് കായംകുളം നഗരസഭയുടെ 31-ാം വാർഡിലെ പാലസ് വാർഡിലെ പാലസ് ജനകീയ ആരോഗ്യ കേന്ദ്രം, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഡിസംബർ 27-ാം തീയതി 3:30-ന് കായംകുളത്തിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി പി ശശികലയുടെ അധ്യക്ഷതയിൽ കായംകുളത്തിൻ്റെ വികസന നായിക യു പ്രതിഭ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ കൂടാതെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, മറ്റു പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, എസ് കെ വിശ്വനാഥ്, കൗൺസിലർ ബിനു അശോക് എന്നിവർ പങ്കെടുത്തു. സൈഡിനെറ്റ് ന്യൂസ്, കായംകുളം.